സ്ഥലജല വിഭ്രാന്തിയിലാണ് രാഹുൽ ഗാന്ധി. പലപ്പോഴും അദ്ദേഹം അങ്ങനെയാണ് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ളപ്പോൾ. ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകുന്ന സമയം അപൂർവവുമാണ്, അതും നമുക്കറിയാം. കാരണം രാഹുൽ ഗാന്ധി ഇപ്പോൾ അമേരിക്കയിലെ ബോസ്റ്റണിൽ ആണ്. അവിടെയും അസംബന്ധം വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം സന്ദീപ് ദീക്ഷിതുമായി ഒരു പോഡ്കാസ്റ്റ് സംപ്രേഷണം ചെയ്യുകയുണ്ടായി. രാഹുൽ ഗാന്ധിയെ മറ്റ് ചാനലുകളൊക്കെ വിമർശിക്കുന്നത് കൊണ്ടോ പുച്ഛിക്കുന്നത് കൊണ്ടോ ആയിരിക്കാം, സ്വന്തം നിലയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട സന്ദീപ് ദീക്ഷിത്, ഷീല ദീക്ഷിതിൻ്റെ മകൻ തന്നെ രാഹുൽ ഗാന്ധിയെ ഇൻ്റർവ്യൂ ചെയ്ത് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ വീഡിയോ 2 മിനിറ്റ് 40 സെക്കൻഡ് ചെല്ലുമ്പോൾ തന്നെ അസംബന്ധം രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് വീഴുകയായി. എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പറയുകയാണ്, ഇംഗ്ലണ്ടിൽ വെച്ച് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പിടിച്ച് പുറത്താക്കി എന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അത് ദക്ഷിണാഫ്രിക്കയിലാണ് സംഭവിച്ചത്. ഗാന്ധിയെ ട്രെയിനിൻ്റെ 1-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടിക്കറ്റ് ഉണ്ടായിട്ടും പിടിച്ച് പുറത്താക്കിയത് ദക്ഷിണാഫ്രിക്കയിലെ നറ്റാളിൽ വെച്ചാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക്, അതായത് വ്യാജ ഗാന്ധി നാമം കൂടെ കൊണ്ട് നടക്കുന്ന ഈ നെഹ്റു കുടുംബത്തിലെ രാഹുൽ ഗാന്ധിക്ക് അതറിഞ്ഞൂടാ. ബ്രിട്ടനിൽ വെച്ചാണ് ഗാന്ധിയെ ട്രെയിനിൽ നിന്ന് സായിപ്പന്മാർ പുറത്താക്കിയത് എന്നാണ് പോഡ്കാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആ സംഭവം ഞാൻ വീണ്ടും ഓർക്കാം. ഗാന്ധി ഇത് ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1893 ജൂൺ 7-ാം തീയതിയാണ് ഗാന്ധിക്ക് ട്രെയിനിൽ 1-ാം ക്ലാസ്സിൽ വെച്ച് സാധുവായ ടിക്കറ്റ് ഉണ്ടായിട്ടും ഈ അപമാനം നേരിടേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ 1-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന യൂറോപ്യന്മാർക്ക് ഒരു ഇന്ത്യക്കാരൻ കൂടെ ഇരുന്ന് യാത്ര ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ഒരു ഇന്ത്യക്കാരൻ കൂടെ യാത്ര ചെയ്യുന്നത് ഇഷ്ടപ്പെടാതെ അവർ പറഞ്ഞത് കൂലിക്കാർ കൂടെ ഇരിക്കരുത് എന്നാണ്. ഇന്ത്യക്കാരെ കൂലി വംശം എന്നാണ് സൗത്ത് ആഫ്രിക്കയിലെ ബ്രിട്ടീഷുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. സൗത്ത് ആഫ്രിക്ക അന്ന് ഭരിച്ചിരുന്നതും ബ്രിട്ടീഷുകാരാണ്. സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ പോലെ തന്നെ ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്ന സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തിനെ പുറത്താക്കി, 1-ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിട്ടും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ട്രാൻസ്വാളിൽ ഇതുപോലെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്ത് ഈ ട്രെയിനിൻ്റെ അകത്തെ കണ്ടക്ടർ പുറത്ത് കോച്ച്മാൻ്റെ കൂടെ ഗാന്ധിയെ പിടിച്ചിരുത്തി, 1-ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിട്ടും. ഫുട്ബോർഡിൽ ഗാന്ധിക്ക് ചാക്ക് വിരിച്ചു കൊടുത്തു ഇരിക്കാൻ വേണ്ടി. വലിയ തണുപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലഗേജിലായിരുന്നു ഓവർകോട്ട് നിശ്ചയമായിട്ടും ധരിക്കേണ്ടതായിരുന്നു. ഞാൻ എൻ്റെ ലഗേജിൽ നിന്ന് ഓവർകോട്ട് എടുത്തോട്ടെ എന്ന് ഗാന്ധി ചോദിച്ചില്ല എന്ന് ഗാന്ധി രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അങ്ങനെ ചോദിച്ചാൽ വീണ്ടും അപമാനിക്കപ്പെടും എന്നുറപ്പായിരുന്നു. നിങ്ങൾ ഓവർകോട്ടൊന്നും ഇല്ലാതെ തണുപ്പിൽ, നിങ്ങൾ കൂലി വംശമാണ്, കൂലിക്കാരനാണ്, നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ മതി എന്ന് മറ്റേ ട്രെയിനിലെ കണ്ടക്ടർ പറയാൻ ഇടവന്നേനെ. അതിനിട കൊടുക്കാതെ ഗാന്ധി മൗനം പാലിച്ചു എന്ന് അദ്ദേഹം ആത്മകഥയിൽ എഴുതുന്നുണ്ട്. നറ്റാൾ, പ്രിട്ടോറിയ, ട്രാൻസ്വാൾ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇതായിരുന്നു ഗാന്ധി കണ്ടത്. ഇന്ത്യക്കാർക്ക് വിലയുണ്ടായിരുന്നില്ല, ഇന്ത്യക്കാർക്ക് ഭൂമി വാങ്ങിക്കാൻ പറ്റില്ല, ഇന്ത്യക്കാർക്ക് വോട്ടവകാശവും ഉണ്ടായിരുന്നില്ല. അതായത് ഇന്ത്യക്കാർക്ക് അവിടെ മനുഷ്യരുടെ വില ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിറ്റ്സ്ബർഗ് സ്റ്റേഷനിൽ ഇറക്കി വിട്ട ഗാന്ധിയെ പറ്റിയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അഭിമുഖത്തിൽ ഈ
ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു. പക്ഷേ വീഡിയോയിൽ മണ്ടത്തരം വന്നത് സന്ദീപ് ദീക്ഷിതെങ്കിലും കാണേണ്ടതായിരുന്നു, അത് എഡിറ്റ് ചെയ്ത് കളയേണ്ടതുമായിരുന്നു. ഇതിപ്പോൾ പല BJP MP-മാരും ഇത് പിന്നീട് മാറ്റിക്കളയുമോ എന്ന സംശയം കൊണ്ട് ഇതെടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു BJP MP തന്നെ പറഞ്ഞത് ചരിത്രം ആരും രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് പഠിക്കരുത് എന്നുള്ളതാണ്. ഈ ഗാന്ധി രണ്ടാമത്തെ ഈ ട്രെയിനിലെ അനുഭവങ്ങളിലെല്ലാം ഗാന്ധി നിങ്ങൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറയുമ്പോൾ ഗാന്ധി വിസമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വിസമ്മതിച്ചിട്ടാണ് ഗാന്ധി പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നത്. ഇത് പ്രതിരോധം തീർക്കേണ്ട കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഗാന്ധിക്ക് ബോധ്യപ്പെടുന്നത് ആ ദക്ഷിണാഫ്രിക്കയിലെ ആ തീവണ്ടി യാത്രകളിലാണ്. തുടർന്ന് അദ്ദേഹം 1894 അതായത് ഈ സംഭവം നടന്ന അടുത്ത കൊല്ലം തന്നെ നറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കോൺഗ്രസ്സിനൊരു പൂർവ്വരൂപം ഉണ്ടാകുന്നത്, നറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ്. ആ കാലത്ത് പക്ഷേ ബ്രിട്ടൻ്റെ കൂടെ തന്നെയാണ് ഗാന്ധി കൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. രണ്ടാം ആംഗ്ലോ ബോയർ യുദ്ധത്തിൽ ഗാന്ധി ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേരാൻ ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യുകയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗാന്ധിയുടെ ജീവിതത്തെ സംബന്ധിച്ച പ്രാഥമിക പാഠങ്ങൾ പോലും ഈ പപ്പുമോൻ എന്നറിയപ്പെടുന്ന രാഹുൽ ഗാന്ധിക്ക് നിശ്ചയമില്ല. അതാണ് ഈ ചരിത്രത്തെപ്പറ്റി ഉള്ള ബോധമില്ലായ്മയിൽ തെളിയുന്നത്. ചരിത്രത്തെപ്പറ്റി രാഹുൽ ഗാന്ധിക്ക് ബോധമില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസവും നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 1000 കൊല്ലത്തെ പഴക്കമുണ്ട് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അദ്ദേഹം സവർക്കർക്കെതിരെ അസംബന്ധം വിളിച്ചു പറഞ്ഞതുകൊണ്ട് സവർക്കറുടെ കൊച്ചനന്തരവൻ തന്നെ ഇപ്പോൾ പൂനെയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. RSS ഗാന്ധിയെ കൊന്ന ഗോഡ്സെ RSS കാരനായിരുന്നു എന്ന വിഡ്ഢിത്തം പറഞ്ഞതിന് രാഹുൽ ഗാന്ധിക്ക് മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട് പലതവണ. ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ബോസ്റ്റണിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് പിന്നെയും മണ്ടത്തരമാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ദിവസം വൈകിട്ട് 5:30 മുതൽ 7:30 വരെ 65 ലക്ഷം പേർ വോട്ട് ചെയ്തു എന്നാണ്. ഈ മണ്ടൻ കണക്ക് രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്ന് കിട്ടി എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ബോസ്റ്റണിൽ അദ്ദേഹം അവിടുത്തെ അമേരിക്കക്കാരോട് പറയുകയാണ്, ഇന്ത്യയിൽ ജനാധിപത്യമില്ല. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ വൈകിട്ട് 5:30 മുതൽ 7:30 വരെ 65 ലക്ഷം പേര് വോട്ട് ചെയ്തു. അവിടെ ഉള്ള ആളുകളെക്കാൾ കൂടുതൽ പേര് വോട്ട് ചെയ്തു. ശരിക്കും അത്ര പേര് വോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുലർച്ചെ 2 മണി വരെ സമയം കൊടുക്കേണ്ടി വരുമായിരുന്നു. ഇതിൻ്റെ വീഡിയോ ചോദിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം അട്ടിമറികളിലൊക്കെ BJPയുടെ ഭാഗഭാക്കാണ്. ഇങ്ങനെയൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. മുംബൈയിൽ നിന്നിറങ്ങുന്ന DNA എന്ന് പറഞ്ഞ പത്രത്തിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ പറ്റി ഒരസംബന്ധം മുമ്പ് വന്നതാണ്. അവിടുത്തെ EVM യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് DNAയിൽ വന്നിരുന്നു. ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയും DNA അക്കാര്യത്തിൽ മാപ്പ് പറഞ്ഞതുമാണ്. ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ടും ഈ മണ്ടൻ വായ്ത്താരിയുമായിട്ട് നടക്കുകയാണ് രാഹുൽ ഗാന്ധി. കഷ്ടമാണ്. എപ്പോഴൊക്കെ വിദേശത്ത് പോകുന്നുവോ അപ്പോഴൊക്കെ രാഹുൽ ഗാന്ധി സോറോസിൻ്റെ ഏജൻ്റായി മാറുന്നത് കാണാം. രാഹുൽ ഗാന്ധി സ്വന്തമായി വ്യക്തിത്വമില്ലാത്ത ആളാണ്, സോറോസിൻ്റെ ഏജൻറ്റ് മാത്രമാണ് എന്ന് ഇന്ന് സംബിത് പാത്രയും പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തുടരട്ടെ. നമുക്ക് ഒരു വിനോദോപാധിയായി അദ്ദേഹം തുടരട്ടെ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.